വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. 100 പേർക്ക് ഒരാൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു പ്രാതിനിധ്യ വോട്ടവകാശത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും ഈ ഒരു കള്ളക്കളികൾ കളിച്ചുകൊണ്ടിരുന്നത്. അതാകുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് പോകും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു സമീപനമാണ്. കാരണം ഇവിടെ സമുദായത്തിലുള്ള എല്ലാ സമുദായ അംഗങ്ങൾക്കും വോട്ട് ചെയ്തുകൊണ്ട് വേണം അവരുടെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ. ഇതാകുമ്പം ഈ കാലാകാലങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലേക്ക് SNDP യോഗത്തിന്റെ കടിഞ്ഞാൺ എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഉള്ള അപ്പീൽ ആണിപ്പോൾ ഫയൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി വിചാരിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം, ഇങ്ങനെയുള്ള ചില ഗിമിക്സ് കൊണ്ട് എല്ലാ കാലത്തും SNDP യോഗം പോലെ ഒരു സംഘടനയുടെ തലപ്പത്ത് തുടരാം എന്ന് തന്നെ വിചാരിച്ചു വെച്ചിരുന്നത്. SNDP യോഗത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായ എന്താണ്, ഇലക്ഷൻ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു, തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വാർഷിക പൊതുയോഗവും ഒക്കെ ചേരുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അവിടെ നോമിനേഷൻ കൊടുക്കുന്നു, സെക്രട്ടറിയായിട്ട് നോമിനേഷൻ കൊടുക്കുന്നു. അവിടെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പിടിച്ചു വന്ന സമയത്ത് ഹൈക്കോടതി വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിടക്കുന്നു എല്ലാം കൂടെ. എന്താ, ആ പുള്ളി അയോഗ്യനാണ്, ഇനി ആ സ്ഥാനത്ത് തുടരാൻ ശരിക്കും പറഞ്ഞ SNDP യോഗം ജനറൽ സെക്രട്ടറി ഇനിയിപ്പോൾ പുള്ളി പറയാൻ പറ്റത്തില്ല. ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയായി വെള്ളാപ്പള്ളി നടേശൻ മാറുകയും ചെയ്തു. ഇത് വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നേ. ഇനിയിപ്പോൾ അങ്ങോട്ട് വെള്ളാപ്പള്ളിയുടെ പതനത്തിന്റെ കാലമാണ്. പ്രാതിനിധ്യ വോട്ടവകാശം കൂടി തള്ളിക്കളഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ അതിന് പിന്നെ എല്ലാവർക്കും വോട്ടവകാശം വേണമെന്ന് പറയുന്ന ഒരു ആവശ്യമായി ഇവിടുന്ന് SNDP സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അപ്പീൽ ഫയൽ സ്വീകരിച്ചു കഴിയുമ്പോൾ തന്നെ വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയായെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ എന്താണ് സംഭവിച്ചത്? വെള്ളാപ്പള്ളി എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, അതത് രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ അതത് സർക്കാരുകളെ എപ്പോഴും അനുനയിപ്പിച്ച് കൂടെ നിർത്തുന്ന ഒരു സമീപനം എല്ലാ കാലത്തും വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷം 10 വർഷമായി എത്താറാവുന്ന സമയത്ത്, അതായത് 2 ഇടതുപക്ഷ സർക്കാരുകൾ മാറി വന്ന സാഹചര്യത്തിൽ അവിടെ എന്താ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്? അവിടെ പിണറായി വിജയനെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. കാര്യം പിണറായി വിജയനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് എന്തിനങ്ങനെ സൂചിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ വോട്ട് ബാങ്ക് കിടക്കുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയിലാണ്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അവിടെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ കിടക്കുന്ന ആ ഒരു വോട്ട് ബാങ്ക് എന്ത് തന്നെയാണെങ്കിലും ഇടതുപക്ഷത്തെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാം വെള്ളാപ്പള്ളി നടേശന്. അപ്പൊ അതറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഒരു തുടർഭരണത്തിന് സാധ്യതകളുണ്ട്. എന്തായാലും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ ക്രാന്തദർശിത്വമുള്ള ഒരാളാണ്, കുറച്ചുകൂടെ കണക്കുകൂട്ടലുകളുള്ള ഒരാൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഈ ജനങ്ങളെ പറ്റി ജീവിക്കാൻ പറ്റത്തില്ല ഒരാൾക്ക്.